ഇടുക്കി മറയൂരിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഒരു കുഞ്ഞുൾപ്പെടെയുള്ള 3 കാട്ടാനകളുടെ കൂട്ടമാണ് രാത്രി ഇറങ്ങിയത്. നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാനകൾ. ജോസിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോസിൽ, നിലവിൽ ഈ കാട്ടാനക്കൂട്ടം തിരികെ കാട് കയറിയിട്ടുണ്ടോ, അതോ ഈ സ്ഥലത്ത് തുടരുകയാണോ? അവിടെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് കുറേയേറെ നാളുകളായി കാന്തല്ലൂർ മറയൂർ മേഖലയിൽ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ ജനങ്ങളുടെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ട് കുറെ നാളുകളായി ഈ മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ഇത്ര കാട്ടാനക്കൂട്ടങ്ങൾ ചുറ്റിത്തിരിയുകയാണ്. വ്യാപകമായ കൃഷിനാശമാണ് കർഷകർക്ക് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഒരു ദൃശ്യം, ഇതിന്റെ ഒരു ഭീതിതമായ ഒരു ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഇതുള്ളൂ. എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു റിസോർട്ടിന്റെ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് 2 വലിയ ആനകളും ഒരു കുട്ടിയാനയും അടക്കമുള്ളത് സ്വൈര്യ വികാരം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ ആളുകളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അവർ ഈ ഓണക്കാലത്തെ ആ പ്രദേശത്തെ ജനങ്ങൾ ഓണക്കാലം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറക്കിയിരിക്കുന്ന കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ട് കാട്ടാനക്കൂട്ടം സ്വൈര്യ വികാരം നടക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഒരു ദിവസം അവിടെ വനം വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. 5ഓളം കാട്ടാനകളെ വനത്തിനുള്ളിലേക്ക് ഓടിച്ചു എന്നാണ് വനം വകുപ്പ് അവകാശപ്പെടുന്നത്. പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ട് ആ ദൗത്യം അവസാനിപ്പിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിലും ഇത്തരം ഈ വൃന്ദാവൻ മലനിരകളിലടക്കം ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന റിസോർട്ടിന്റെ പരിസരങ്ങളിലടക്കം ഈ മനുഷ്യർ റബ്ബർ ജെല്ലിയും അതുപോലെ തന്നെ ആപ്പിളും ഉരുളക്കിഴങ്ങും ഒക്കെ കൃഷി ചെയ്തിരിക്കുന്ന കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ട് ഈ കാട്ടാനക്കൂട്ടം ഇവിടെ ചുറ്റിത്തിരിയുകയാണ്. ഈ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം കുറെ കാലമായി ഈ കാന്തല്ലൂർ മറയൂർ മേഖലയിലുണ്ട്. ടൂറിസത്തിന് ഏതാനും ഒരുപാട് പ്രാധാന്യമുള്ള മേഖലയാണ്. ഇപ്പോൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഗേറ്റിന്റെ വാതിൽക്കൽ തന്നെ ആനയുടെ ചിത്രം ആലേഖനം ചെയ്ത ഒരു ഗേറ്റ് തള്ളി തുറന്നുകൊണ്ടാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി വരുന്നതും എന്നുള്ളതും രസകരമായ ഒരു വസ്തുതയാണ്. ഏതായാലും ഈ കാട്ടാനകളെ എത്രയും പെട്ടെന്ന് വനത്തിനുള്ളിലേക്ക് തുരത്താൻ ആവശ്യമായ നടപടി വനം വകുപ്പ് സ്വീകരിക്കണം. ആവശ്യമായ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനകൾ കടന്നു വരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ആവണി. ശരി, ജോസിലാണ് വിശദാംശങ്ങൾ നൽകിയത്.